ഹലോ ഹായ് നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൻ്റെ 73ാമത്തെ ദിവസത്തിനെ കുറിച്ചുള്ള അനാലിസിസ് വീഡിയോ ആണിത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറേ ആൾക്കാർ നമ്മളോട് ചോദിക്കാറുള്ള, കമൻറ്റ് ബോക്സിൽ ഇടയ്ക്ക് വരാറുള്ള ഒരു ചോദ്യമോ അല്ലെങ്കിൽ ഇങ്ങനെ സജസ്റ്റ് ചെയ്യുന്നതൊക്കെയാണ്. അതായത് ബിഗ് ബോസ് ഹൗസിലേക്ക് വിളിച്ചാൽ പോകുമോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ പോവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവില്ല. അതെനിക്ക് ശരിക്കും കേരളത്തിലെ പുരുഷന്മാരോട്, ആൺകുട്ടികളോട് മുഴുവൻ പറയാനുള്ളതാണ്. ഡിയർ ബോയ്സ്, നിങ്ങളുടെ പാർട്ട്ണർ ചിലപ്പോൾ ഭാര്യയായിരിക്കാം, കാമുകിയായിരിക്കാം, ചിലപ്പോൾ വരുംകാല മനൈവി എന്ന് പറയുന്ന പോലെ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഭാവിയിൽ വരാനും ഉണ്ടാവുമായിരിക്കും. പക്ഷേ നിങ്ങൾക്കെതിരെ വെറുതെ നിൽക്കുന്ന സമയത്ത് പോലും ഒരു സ്ത്രീ ഒരു മോശം ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പൂർണ്ണമായും വിശ്വസിക്കുകയും നിങ്ങളുടെ കൂടെ നിൽക്കുകയും ചെയ്യുകയുമാണ് നിങ്ങളുടെ പാർട്ട്ണർ ചെയ്യുക എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ അകത്തേക്ക് പോകാവൂ. വെറുതെ നിൽക്കുന്ന ആ അക്ബറിനെ നോട്ടം ശരിയല്ലെന്ന് പറഞ്ഞു, ഇപ്പം നിപ്പ് ശരിയല്ലെന്ന് പറഞ്ഞു. ഏത് ബസ്സിലൊക്കെ ആൾക്കാർ നിൽക്കുന്നത് പോലുള്ള നിപ്പ് എന്നുള്ള രീതിയിൽ ഏറ്റവും മോശമായ അക്ബറിനെ ചിത്രീകരിച്ചുകൊണ്ടാണ് അനുമോൾ സംസാരിച്ചിട്ടുള്ളത്. ഇതുപോലെ ഒരെണ്ണം മതിയല്ലോ. അത് പറയുമ്പോൾ അക്ബറിൻ്റെ പാർട്ട്ണറെ കുറിച്ച് അല്ലെങ്കിൽ അയാളുടെ ഫാമിലിയിൽ നിന്ന് അയാൾക്ക് കിട്ടുന്ന സപ്പോർട്ടിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. അക്ബർ ആസ് എ ഗെയിമർ അയാളൊരു ടോപ്പ് ഗെയിമറാണ്, ഭയങ്കര പ്ലാനിങ് ഒക്കെയാണ് എന്നൊന്നും നമ്മൾ പറയില്ല. അങ്ങനെ പറയാൻ മാത്രമുള്ള കാര്യങ്ങൾ ഈ അടുത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അക്ബറിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ഇതുവരെ വന്നിട്ടില്ല എന്നും നമ്മൾ പറയില്ല. പക്ഷെ ഒന്നുണ്ട്, മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ തിരുത്താൻ തയ്യാറാവുന്ന ഒരാളായിട്ടാണ് നമ്മൾ അക്ബറിനെ കാണുന്നത്. പക്ഷേ അക്ബറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു അഭിമാനവും സന്തോഷവും ഒക്കെ തോന്നുന്നൊരു കാര്യം അയാൾക്ക് കിട്ടുന്നൊരു ഫാമിലിയുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടാണ്. അയാളുടെ പാർട്ട്ണർ അയാളെ എത്രത്തോളം മനസ്സിലാക്കുന്നു, ട്രസ്റ്റ് ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ഫാമിലി വീക്ക് വന്ന സമയത്ത് അക്ബറിൻ്റെ വൈഫ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവർ അക്ബറിനോട് നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, പെൺകുട്ടികളോട് അങ്ങോട്ട് നോക്കരുത്, ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ പറയരുത് എന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ ബിഗ് ബോസ് ഹൗസിൽ അക്ബറിനെ കുറിച്ച് അനുമോളും ഷാനവാസും പറഞ്ഞുണ്ടാക്കിയിട്ടുള്ള കഥകൾ അത്രയും ഭീകരമായിരുന്നു. പക്ഷെ അതൊന്നും അവരുടെ വിഷയമല്ല. നിങ്ങൾ നന്നായി കളിക്കൂ, നിങ്ങളുടെ ട്രൂ പൊട്ടൻഷ്യൽ ഇനിയും പുറത്ത് വരാനുണ്ട് എന്ന് പറഞ്ഞു. അക്ബറിനെതിരെ ഏറ്റവും മോശം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള അനുമോളുടെ അടുത്ത് അവർ വളരെ കൂളായിട്ടാണ് സംസാരിച്ചത്. കാരണം അനുമോളെ, നീ എത്ര തലയും കുത്തി മറിഞ്ഞു കഴിഞ്ഞാലും എനിക്ക് എൻ്റെ കണവനെ അറിയാം എന്നുള്ള ആറ്റിറ്റ്യൂഡ് അവർ അനുമോൾക്ക് വ്യക്തമാക്കി കൊടുക്കുകയായിരുന്നു. അങ്ങനെ ഒരു പാർട്ട്ണർ അക്ബറിനോടൊപ്പം ഉള്ളപ്പോൾ അത് എല്ലാവർക്കും കിട്ടുന്നൊരു കാര്യമൊന്നുമല്ല. നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന, ഏത് സിറ്റുവേഷൻ വന്നാലും വിട്ടുകളയില്ല, ഞാൻ ഒപ്പമുണ്ട്, എൻ്റെ പാർട്ട്ണർക്കെതിരെ എന്ത് ആരോപണം വന്നു കഴിഞ്ഞാലും അവിടെയും ഞാൻ പ്രതികരിക്കും എന്നൊക്കെ പറയുന്ന രീതിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു സ്ട്രോങ് പാർട്ട്ണർ, അണ്ടർസ്റ്റാൻഡിങ് പാർട്ട്ണർ, ട്രസ്റ്റിംഗ് പാർട്ട്ണർ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. അത് കിട്ടിയിട്ടുള്ള ആളാണ് അക്ബർ. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ആ കണ്ട പാവക്കുട്ടിയെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ടാസ്ക്, ആ ടാസ്കിൽ മാത്രമല്ല അനുമോള് ഈ അടുത്ത കുറച്ച് നാളുകളായിട്ട് ഈ വുമൺ കാർഡ് അതിഭീകരമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഞാനൊരു പെണ്ണല്ലേ, എന്നിങ്ങനെ തൊടാമോ, എനിക്ക് ആ കാര്യമില്ലേ, എനിക്ക് ഈ കാര്യമില്ലേ, എനിക്കൊരു പ്രത്യേക പരിഗണന തന്നൂടെ എന്നുള്ള ആ വുമൺ കാർഡ് അതിഭീകരമായി. പ്രത്യേകിച്ച് ഈ ടാസ്ക് കൊടുക്കുമ്പോൾ ബിഗ് ബോസിന് അറിയാം ഇതൊരു ഫിസിക്കൽ ടാസ്ക്കാണ്. ഒന്ന്, എന്ത് കൊടുത്താലും ഇവർ ഫിസിക്കലാക്കും. രണ്ട്, ഒരു ചെറിയ ദ്വാരത്തിൽ കൂടി കുറച്ച് പാവകൾ ഇങ്ങനെ ഒഴുകി വരികയാണ്. അനീഷൊക്കെ ആണെങ്കിൽ അതിൻ്റെ അകത്ത് തലയിട്ടു ഒന്ന് അങ്ങോട്ട് തള്ളിയ പുള്ളി ആ വഴി ബിഗ് ബോസിൽ നിന്ന് പുറത്തായനെ. ആ അവസ്ഥയിൽ നിൽക്കുന്നു. അനുമോൾ അടക്കമുള്ള ആൾക്കാർ ഏറ്റവും ഫ്രണ്ടിൽ കയറി നിൽക്കുന്നു. അപ്പോൾ അക്ബറോ ആര്യനോ ആരാണെങ്കിലും അവരാ നിൽക്കുന്ന സമയത്ത് അവരുടെ ഗെയിമിൻ്റെ ഭാഗമായി മറ്റൊരാളുടെ ശരീരത്തിൽ തൊട്ടുവെന്ന് വരും. ഇതിനു മുമ്പ് അവിടെ മണലിൽ കിടന്നൊരു ടാസ്ക് ഉണ്ടായിരുന്നു. ആ ടാസ്കിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പൊതിഞ്ഞും ഇടിച്ചും കിടന്നൊക്കെ തന്നെയാണ് ആ ഗെയിം മുന്നോട്ട് പോയത്. പക്ഷേ ആ ഗെയിം കഴിഞ്ഞ് നമ്മൾ ആ അനാലിസിസ് വീഡിയോയിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരാൾ പോലും അവിടെ ഒരു ജെൻഡർ കാർഡ് എടുത്തിട്ടില്ല. ഞാനൊരു പെണ്ണല്ലേ, എന്നോട് ഇങ്ങനെ ചെയ്തു, എന്നെ അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു കാര്യവും ഇല്ലാതെ വളരെയധികം ഗെയിം സ്പിരിറ്റോടുകൂടി അവരെല്ലാവരും കളിച്ചൊരു ഗെയിമാണ്. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അനുമോളെ പോലെ ഒരാൾ ശബ്ദം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ പോലും ഗെയിമിനെ ഗെയിമായി കാണുന്ന ബിന്നി ഉണ്ടായിരുന്നു, ജിസൈൽ ഉണ്ടായിരുന്നു, സരികയും ശാരികയും രേണുവും ഒക്കെ ഉണ്ടായിരുന്നു. അവരാരും അനുമോൾ ഇന്നത്തെ ദിവസം ഗെയിമിൽ കാണിച്ചിട്ടുള്ള ആ വൃത്തികെട്ട സ്ട്രാറ്റജി പുറത്തെടുക്കില്ലായിരുന്നു. അനുമോൾ എന്താണ് ചെയ്തത്? അക്ബർ, നീ എൻ്റെ ദേഹത്ത് തട്ടുന്നു എന്ന് മാത്രമല്ല, നിൻ്റെ എന്തൊക്കെയോ എൻ്റെ ദേഹത്ത് തട്ടുന്നു എന്നാണ് അനുമോൾ അവിടെ പറഞ്ഞത്. എന്താണ് അനുമോൾ ഈ തട്ടുന്നതായിട്ട് അനുമോൾക്ക് ബുദ്ധിമുട്ടായത്? എങ്കിൽ ബിഗ് ബോസിനോട് പറയണം, ബിഗ് ബോസ്, നിങ്ങളൊരു സ്ത്രീ എന്ന രീതിയിൽ എൻ്റെ ആത്മാഭിമാനം പണയം വെക്കേണ്ട ഒരവസ്ഥയിൽ എന്നെ കൊണ്ടെത്തിക്കുന്ന ഗെയിമാണ്, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് വാക്കൗട്ട് ചെയ്യാണ്, ഇറങ്ങിപ്പോകണം. അതാണല്ലോ മാന്യത എന്ന് പറയുന്നത്. പക്ഷേ അക്ബറിന് എന്തൊക്കെയോ മുട്ടുന്നു എന്ന് അവർ പരാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നാട്ടുകാർ ക്യാമറയിൽ കൂടി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ അനുമോളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെയുള്ള പുരുഷന്മാരെക്കുറിച്ച് ആവശ്യത്തിനും അനാവശ്യത്തിനും വൃത്തികേടുകൾ വിളിച്ച് പറയുക, ഡബിൾ മീനിങ് പറയുക എന്നുള്ളത് അതിഭീകരമായി മാറിയിരിക്കുകയാണ്. അനുമോൾ പറയുന്നൊരു കാര്യം ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഒരു ആൺകുട്ടി പറഞ്ഞിരുന്നെങ്കിൽ ആലോചിക്കും. ഇപ്പോൾ തൊട്ട് തലേ ദിവസം അതിന് മുമ്പത്തെ ദിവസം ക്യാപ്റ്റൻസി ടാസ്കിൽ ആര്യൻ കുളിക്കുന്നത് കാണുന്നതും ഒരു കുട്ടിയുടെ 28 കാണുന്നതും ഒരുപോലെയാണ് എന്ന് അനുമോൾ പറഞ്ഞത്. അനുമോളെക്കുറിച്ച് ആര്യൻ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് മാത്രം ആലോചിച്ച് നോക്കിയാൽ മതി. അവിടെ കേസ് ക്ലോസ് ആണ്. ഇവിടെ അക്ബറിനെയാണ് അവർ
ടാർഗറ്റ് ചെയ്യുന്നത്, അക്ബറിൻ്റെ എന്തൊക്കെയോ അവരെ തട്ടുന്നു. ബസ്സിലൊക്കെ നിൽക്കുന്നത് പോലെ, ബസ്സിൽ ഈ പെൺകുട്ടികളുടെ പുറകിൽ ചെന്ന് നിന്ന് ആൺകുട്ടികൾ കാണിക്കുന്ന വിക്രിയകളൊക്കെയാണ് അക്ബർ കാണിക്കാൻ ശ്രമിക്കുന്നതെന്ന രീതിയിൽ അയാളെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയാണ് അനുമോൾ അവിടെ ചെയ്യുന്നത്. പക്ഷേ അവിടെയുള്ള മറ്റൊരു പെൺകുട്ടിയും അതൊരു പരാതിയായിട്ട് പറയുന്നില്ല. ലക്ഷ്മി പിന്നീട് അതൊരു ഗെയിമായി കാണുകയും അക്ബറിനെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും അക്ബർ ഒരു ദുരുദ്ദേശത്തോടു കൂടി അനുമോളെ സ്പർശിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അനുമോൾ ആരോപിക്കുന്നത് ദുരുദ്ദേശത്തോടു കൂടി ആളുകൾ ചെയ്യുന്നത് പോലെയാണ് അക്ബറും പെരുമാറുന്നതെന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഒരു സന്തോഷം, ഇതൊരു സോഷ്യൽ എക്സ്പെരിമെൻറ്റ് പോലത്തെ ഒരു ഗെയിമാണ്. സമൂഹത്തിലുള്ള പല പുഴുക്കുത്തുകളെയും വൃത്തികേടുകളെയും ഒക്കെ നമുക്ക് ബിഗ് ബോസ് ഹൗസിൽ കാണാൻ പറ്റും. അതാണ് കൂടുതൽ കാണുന്നത് എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ അങ്ങനൊരു പരിപാടി അവിടെ നടക്കുമ്പോഴും തേജോവധം ചെയ്യപ്പെടാൻ ശ്രമിക്കുന്ന അക്ബറിനെ അയാളുടെ പാർട്ട്ണർ മനസ്സിലാക്കും. അയാൾക്ക് ഗെയിം കളിച്ചാൽ മാത്രം മതി. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അയ്യോ എൻ്റെ കുടുംബം ഇല്ലാണ്ടാവോ, അനുമോൾ പണ്ട് പേടിച്ചതുപോലെ ഇവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിൻ്റെ കുടുംബം ഉണ്ടാവില്ല, നിൻ്റെ കല്യാണം മുടങ്ങും എന്നൊക്കെ പറയുന്നത് പേടിക്കേണ്ട ഒരാവശ്യവും അയാൾക്കില്ല എന്ന് പറയുന്ന അയാളുടെ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അവസ്ഥ. ഇന്നത്തെ ഗെയിമുമായിട്ട് ബന്ധപ്പെട്ട് അയാൾ കരഞ്ഞു. അത് ഒരു ദുരവസ്ഥ തന്നെയായിരുന്നു. ഇത്രയൊക്കെ അയാൾ കേൾക്കേണ്ടി വന്നു ആ ഗെയിമിൽ ഒന്ന് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട്. വളരെ ആത്മാർത്ഥമായിട്ടുള്ള ശ്രമങ്ങൾ അയാൾ ഇട്ടു. പക്ഷേ ആ ഗെയിമിലുണ്ടായിരുന്ന ഒരു ലൂപ്പ് ഹോൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ആദില അയാളെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അയാൾക്ക് അതിൽ സങ്കടമുണ്ട്. പക്ഷേ ഇത്രയും കേൾക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അത് അയാൾ കേൾക്കേണ്ടി വരുമ്പോഴും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം, പുറത്തിറങ്ങിക്കഴിഞ്ഞാലും ഈ ചീപ്പ് വർത്താനം, നെവിൻ പറഞ്ഞതുപോലെ ഞരമ്പ് വർത്താനം അക്ബറിനെ ബാധിക്കാൻ പോകുന്നില്ല. ആൻഡ് ലെറ്റ്സ് കം ടു അനുമോൾ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ള അനുമോളുടെ ഈ ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാം പലതരം കച്ചവടങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ജനങ്ങളോട് വളരെ ക്ലോസ് ആയി കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി അനുമോൾ ഗെയിമിൽ എത്തുന്നതിന് മുമ്പേ തന്നെ രൂപീകരിച്ചിട്ടുള്ളൊരു സ്ട്രാറ്റജി ആയിരിക്കും അത്. അനുമോൾ ഗെയിമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം കമ്പിളിയാണ്. കമ്പിളി പുതപ്പ് മലയാളികളുടെ ഹൃദയവുമായി ഏറ്റവും കൂടുതൽ ചേർന്ന് വെക്കുന്ന ഒന്നാണ്. റാംജി റാവു സ്പീക്കിങ്ങിൽ കമ്പിളി പുതപ്പേ നമ്മൾ കേട്ടു. മാത്രമല്ല കമ്പിളി പുതപ്പ് നിങ്ങൾ ചുമ്മാ ആലോചിച്ച് നോക്കിയേ, കമ്പിളി പുതപ്പേ എന്ന് പറഞ്ഞിട്ട് കച്ചവടക്കാരിങ്ങനെ വിളിച്ച് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്ന കീവേഡുകളെ അനുമോൾ ഇവിടെ ഉദ്ദീപിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് ജിസൈലിൻ്റെ കാപ്പി കണ്ടുപിടിച്ചത്, കാപ്പി എന്നൊക്കെ പറയുന്ന ആ കാപ്പി അവരിവിടേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ ദാ നെവിൻ അവരെ ഞരമ്പ് എന്നുള്ള നിൻ്റെ ഈ ഞരമ്പ് വർത്താനങ്ങൾ അല്ലെങ്കിൽ ഞരമ്പ് ചിന്തകൾ എന്നൊക്കെ പറയുന്ന സമയത്ത് ഞരമ്പെണ്ണി മറ്റേ മയിലെണ്ണി എന്നൊക്കെ പറയുന്നത് പോലെയുള്ള അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന ഒരുപാട് ബിംബങ്ങളുമായി ചേർത്ത് ഗെയിം ഉണ്ടാക്കുക എന്നുള്ളതാണ് അനുമോളുടെ ഒരു സ്ട്രാറ്റജി എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ബിഗ് ബോസിലേക്ക് എപ്പോഴെങ്കിലും പോകാൻ ഒരു വിളി വന്നാൽ എന്താണ് ചെയ്യാമെന്ന്. അനുമോളെപ്പോലെ ഒരു കണ്ടസ്റ്റൻ്റ് ഉണ്ടോ എന്നുള്ളത് ഞാൻ അന്വേഷിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും പോവില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ അനുമോൾ എന്തെങ്കിലും പറഞ്ഞാൽ തകർന്നു പോകുന്ന വിശ്വാസത്തെക്കുറിച്ച്, ബന്ധത്തെക്കുറിച്ച് ആലോചിച്ച് പേടിച്ചിട്ടല്ല. എല്ലാവരും അക്ബറിൻ്റെ വൈഫിനെ പോലെ ക്ഷമയുള്ള ആൾക്കാരാവണമെന്നില്ലല്ലോ. അവർ ചിലപ്പോൾ നേരിട്ട് വല്ലതുമൊക്കെ പറയുകയോ ഒക്കെ ചെയ്തു എന്ന് വരും. പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ അടക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ എന്തായാലും ബിഗ് ബോസിലേക്ക് പോകുന്നില്ല. അവരായി, അവരുടെ പാടായി, അവരുടെ വൃത്തികേടുകളായി, അത് അവരുടെ ലോകം, അവരുടെ യൂണിവേഴ്സ്, അവർ സന്തോഷിച്ചോട്ടെ. ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ നടന്നിട്ടുള്ള അവരുടെ ടാസ്ക് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ടാസ്ക് അല്ലേ എന്ന് നമുക്ക് തോന്നും. പാവകളൊക്കെയുള്ള മറ്റേ ബാർബി ഡോൾ പോലെയുള്ള പാവകളൊക്കെ വരികയാണ്. പക്ഷേ പാവകൾ വരുന്നത് പാർട്സ് ആയിട്ടായിരിക്കും. ഒരു പെർട്ടിക്കുലർ വിൻഡോ ഉണ്ട്, അതിനകത്തുകൂടി ഒരു കൺവെയർ ബെൽറ്റിലൂടെയാണ് ഈ പാർട്സ് വരിക. പാർട്സ് കൃത്യമായിട്ട് എടുക്കുക, എന്നിട്ട് അത് യോജിപ്പിച്ചുകൊണ്ട് പാവ ഉണ്ടാക്കുക. അങ്ങനെ പാവയൊന്നിന് പൂർണ്ണമായി ഉണ്ടാക്കിയിട്ടുള്ള പാവയൊന്നിന് 5 പോയിന്റ് വെച്ചിട്ടാണ് കിട്ടുക. അപ്പോൾ പരമാവധി പാവകളെ ഉണ്ടാക്കുക. 3 റൗണ്ടുകളാണുള്ളത്. 3 റൗണ്ട് കഴിയുന്നത് വരെ പാവകളുടെ ഉത്തരവാദിത്തം നിങ്ങളിലായിരിക്കും. എന്ന് വെച്ചാൽ പാവ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കി വെച്ചത് മോഷ്ടിക്കാനുള്ള അവകാശം ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കുന്നവൻ തന്നെ ഇത് ഭദ്രമായി സൂക്ഷിച്ചു വെക്കണം. ഗെയിം തുടങ്ങുന്ന സമയത്ത് തന്നെ എനിക്ക് ആദ്യം വരുന്ന എല്ലാ പാവയും വേണം എന്നുള്ളതുകൊണ്ട് ലക്ഷ്മിയും അനുമോളും അനീഷും ആദിലയും ഒക്കെ ഈ കൺവെയർ ബെൽറ്റിൻ്റെ ഏറ്റവും ചേർന്ന് തന്നെ പോയി നിൽപ്പുണ്ട്. സ്വാഭാവികമായും അവരുടെ പുറകിൽ നിൽക്കുന്ന ആളുകൾക്ക് കൈ എത്തിച്ചു പിടിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി അവരുടെ ബോഡി വെയിറ്റ് ഇവരുടെ മേത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇത് ഫിസിക്കലായി മാറാൻ സാധ്യതയുള്ള ടാസ്ക് തന്നെയാണ്. അല്ലെങ്കിൽ പ്യുവർലി അവരുടെ ഫിസിക്കൽ സ്ട്രെങ്ത് കാണിക്കേണ്ട അല്പസ്വല്പം പിടിച്ചു പറിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഗെയിം തന്നെയാണ്. കയ്യാങ്കളിയിലേക്ക് പോകാതെ ഫിസിക്കൽ സ്ട്രെങ്ത് വെച്ചുകൊണ്ട് അവർക്ക് ഈ ഗെയിം കളിച്ച് ജയിക്കാൻ ശ്രമിക്കാവുന്നതാണ്. അങ്ങനെ കിട്ടിയ പാവകളുടെ പീസൊക്കെ യോജിപ്പിച്ചതിന് ശേഷം അക്ബർ ചെയ്തത് അതെല്ലാം കൂടി പൊതിഞ്ഞുകൊണ്ട് പോയി തൻ്റെ റൂമിൽ കൊണ്ട് വെച്ചു. അപ്പോൾ ഓൾറെഡി ഇവർ തമ്മിലൊരു സംസാരം ഉണ്ടായി എന്നാണ് അക്ബറിൻ്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഓരോരുത്തരും അവരവരുടെ പാവകളെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് മോഷ്ടിക്കില്ല, ഫെയറായി കളിക്കാം എന്നുള്ളത്. അത് അക്ബർ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ലായിരുന്നു. അത് അക്ബറിൻ്റെ ഫോൾട്ട് തന്നെയാണ്. അക്ബർ പാവകൾ കൊണ്ടുവച്ചു, അത് ആദില സമയം പോലെ മോഷ്ടിച്ചു. അതിന് ആദില പറയുന്ന ഒരു ന്യായം എന്ന് പറയുന്നത് അയാൾ എൻ്റെ പുറകിൽ നിന്ന് തള്ളിയത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അപ്പം ഞാൻ പാവയൊക്കെ മോഷ്ടിച്ചു. അവർ ഫിസിക്കൽ സ്ട്രെങ്ത് വെച്ച് കളിക്കുമ്പോൾ അത്രയും സ്ട്രെങ്ത് ഇല്ലാത്തവർ തലച്ചോറ് വെച്ച് കളിക്കും എന്നുള്ളതാണ്. അതിൽ യാതൊരു തെറ്റുമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ
തെറ്റായി കണ്ട ചില കാര്യങ്ങൾ, അതിലൊന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, അനുമോൾ അക്ബറിനെ കുറിച്ച് പറഞ്ഞുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ള കാര്യങ്ങൾ വളരെ മോശമായിരുന്നു എന്നുള്ളതാണ്. ലക്ഷ്മി അത് ചോദ്യം ചെയ്യുന്നുണ്ട്. ലക്ഷ്മിയുടെ കാര്യം നമുക്കറിയാം, മുമ്പുള്ള അനാലിസിസ് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. ലക്ഷ്മിയുടെ ടാർഗറ്റ് ഈസ് അക്ബർ. അതിനുള്ള ഒരു സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ ലക്ഷ്മി അത് വിടില്ല. മാത്രമല്ല, അനുമോളും അക്ബറും തമ്മിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അനുമോളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് അക്ബറിനെതിരെ സംസാരിക്കുക എന്ന് പറയുമ്പോൾ അനുമോളുടെ ഒരു വോട്ട് ബാങ്ക് ഉണ്ട്, അതിനൊരു ചെറിയ ഇളക്കം സംഭവിക്കും. അത് കുറച്ച് ഇങ്ങോട്ട് പോരും. അനുമോൾ എന്തായാലും സേഫ് ആണല്ലോ. ആ വോട്ടേഴ്സൊക്കെ ഇനി ആർക്ക് വോട്ട് ചെയ്യും? അനുമോൾക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് നെവിൻ എന്തായാലും ഒരു വോട്ട് ചെയ്യില്ല. അക്ബറിനെയും കൂടി ഒന്ന് കുറ്റക്കാരനായി കുറച്ചും കൂടി ഒന്ന് ചിത്രീകരിച്ച് കഴിഞ്ഞാൽ കുറച്ച് വോട്ട് തനിക്ക് കിട്ടും എന്ന് പറയുന്ന ലക്ഷ്മിയുടെ കാൽക്കുലേഷൻ ഒരു ഘടകമായിരിക്കാം. പക്ഷേ ലക്ഷ്മിയുടെ സംസാരത്തിനിടയിൽ സംഭവിച്ചത്, ആദ്യമായിട്ടാണ് ഇത് സംഭവിക്കുന്നത്, ലക്ഷ്മി എടാ എന്ന് വിളിച്ച് അക്ബറിനോട് സംസാരിച്ചു. അക്ബർ അത് കൃത്യമായിട്ട് ക്യാച്ച് ചെയ്തു. അതൊക്കെ ഒരാളുടെ ഈ മനസാന്നിധ്യം എന്നൊക്കെ പറയില്ലേ, ഗെയിം കളിക്കുമ്പോൾ അയാൾക്കത് കൃത്യമായിട്ട് പിടിക്കാൻ പറ്റി. അയാളത് തിരിച്ച് പറയുന്നുണ്ട്. പക്ഷേ അതിന് ശേഷവും ഈ അക്ബറിനെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജീവി എന്നുള്ളൊരു വാക്കാണ് ലക്ഷ്മി ഉപയോഗിക്കുന്നത്, ജന്തു എന്നുള്ള വാക്കാണ് അനുമോൾ ഉപയോഗിക്കുന്നത്. സ്കെയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിലും രണ്ടുപേരും ചെയ്തത് വളരെ മോശം കാര്യമാണ്. എടാ ബോടാന്ന് വിളിക്കാൻ പാടില്ല, എടി ബോഡി എന്ന് വിളിക്കാൻ പാടില്ല എന്ന് പറയുന്ന പോലെ ജന്തു എന്നൊക്കെയുള്ള വിളിയും അതും വളരെ നെഗറ്റീവായിട്ടുള്ളൊരു വിളിയാണ്. ലക്ഷ്മി ഇവിടെ അക്ബറിനോട് പറയുന്നത്, നിന്റെ തടി, നിന്റെ പൊക്കം, ഈ വെയിറ്റ്, ഇതെല്ലാം നല്ലതിന് വേണ്ടി ഉപയോഗിക്ക് എന്ന് അങ്ങോട്ടൊക്കെ ഉപദേശിക്കുന്നു. പക്ഷെ അതേസമയം ലക്ഷ്മി പറയുന്നുണ്ട്, അക്ബർ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അറിയാതെ സംഭവിച്ചാണ്, എന്നാൽ പോലും സോറി പറയണമെന്നാണ്. നമ്മൾ ഈ ഫിസിക്കലി ഭയങ്കര ഇൻവോൾവ് ആയിട്ടുള്ള ഇങ്ങനത്തെ ടാസ്ക് ഒക്കെ വരുന്ന സമയത്ത് എല്ലാവരും കുറച്ച് അക്രമകാരികളായി പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഒന്ന് അടങ്ങി സമാധാനത്തിൽ കാര്യങ്ങൾ പറയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകോപിപ്പിക്കുന്നത് പോലെ സംസാരിച്ചു കഴിഞ്ഞാൽ ഇതെവിടെയും എത്തില്ല. അതായത് അക്ബറിനെ കൊണ്ട് മാന്യമായി ഒരു സോറി അനുമോൾക്ക് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണെങ്കിൽ, സത്യത്തിൽ അത്രയും വർത്താനം മുഴുവൻ പറഞ്ഞിട്ട് അനുമോൾ അത് അർഹിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം അവിടെ നിൽപ്പുണ്ട്. നമ്മൾ തൽക്കാലം അതിലേക്ക് പോകുന്നില്ല. ലക്ഷ്മി അനുമോളോട് സോറി പറയുമ്പോൾ ആ സോറി പറയാനുള്ള മാനസികാവസ്ഥയിലേക്ക് അക്ബറിനെ കൂടി എത്തിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ തെറ്റ് സമാധാനപരമായി ചൂണ്ടിക്കാട്ടുക, തെറ്റല്ല എന്നാൽ പോലും അത് സമാധാനപരമായി ചൂണ്ടിക്കാട്ടുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ലക്ഷ്മി ചെയ്യണമായിരുന്നു. ഇവിടെ ലക്ഷ്മിക്ക് അങ്ങനെ ഉദ്ദേശമൊന്നുമില്ല. അക്ബറിനെ ടാർഗറ്റ് ചെയ്യണം, കുറ്റക്കാരനായി അവിടെ ചൂണ്ടിക്കാണിക്കണം. ഇതിനിടയ്ക്ക് അനുമോള് ഞാൻ ഒരു പെൺകുട്ടിയല്ലേ, ആൺകുട്ടിയല്ലല്ലോ എന്നൊക്കെ പറയുന്ന പോലത്തെ സാധനങ്ങളൊക്കെ ഇറക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ പോകരുത്. അവിടെ ഒരു മെയിൽ ഫീമെയിൽ പരിപാടിയൊക്കെ വെച്ച് അങ്ങനെ നോക്കാനാണെങ്കിൽ മറ്റേ ക്യാപ്റ്റൻസിയുടെ ടാസ്ക് വന്ന സമയത്ത് അനുമോൾ ഒരു പെൺകുട്ടിയല്ലേ, അനുമോൾ ഒരു 10 മിനിറ്റ് കയറി പിടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, മോള് പോയി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വാ എന്ന് പറയുന്ന ഇടമല്ല ബിഗ് ബോസ്. അവിടെ നിങ്ങളുടെ ഏറ്റവും കോറായിട്ടുള്ള ഇമോഷൻസ് അതെങ്ങനെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എത്രത്തോളം ഫിസിക്കലി ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും, നിങ്ങൾക്ക് എത്ര ക്ഷമയുണ്ട്, ഇതൊക്കെ പരീക്ഷിക്കപ്പെടുന്ന ഒരു ഗെയിമാണ്. അവിടെ പോയിട്ട് ഞാൻ ഒരു പെൺകുട്ടിയാണ് അതുകൊണ്ട് എനിക്ക് ഇന്നതൊക്കെ കിട്ടണം, ഇന്ന പ്രിവിലേജുകൾ എനിക്ക് അനുഭവിക്കണം എന്ന് പറയുന്നത് അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. പിന്നീട് അനുമോളുടെ പാവ പിടിച്ചു പറിച്ചുകൊണ്ട് പോകുന്ന നെവിൻ എന്ന് പറഞ്ഞുകൊണ്ട് അനുമോളുടെ കരച്ചിലൊക്കെ ഉണ്ട്. അനുമോളങ്ങ് കരഞ്ഞ് ആറാടുകയാണ്. പക്ഷേ ഈ കരച്ചിലിനിടയിൽ എല്ലാം കൊണ്ടുപോ എന്നൊക്കെ വലിച്ചെറിഞ്ഞ് കളയുന്നതിനിടയിൽ എവിടെ നിന്നാണ് അനുമോൾക്ക് 24 പാവയെ സംഘടിപ്പിക്കാൻ പറ്റിയതെന്നുള്ളത് ഒരു വലിയ പ്രഹേളികയായി തുടരുകയാണ്. അത് ഈ 1 hour എപ്പിസോഡ് കാണുന്നതുകൊണ്ടായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ 24 hours കാണുകയോ BB+ വരികയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തൂ. ആ നാടകം ഇനിയും കാണാനുള്ളൊരു ക്ഷമയില്ലാത്തതുകൊണ്ടാണ്. എന്തായാലും ആ കരച്ചിൽ ബഹളത്തിനൊക്കെ ഇടയിൽ നെവിൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ അനുമോൾ പൊട്ടിക്കരയാണ്. പക്ഷേ നെവിൻ്റെ കയ്യിൽ അനുമോൾ കടിച്ചിട്ടും മാന്തി പറിച്ചിട്ടും ഒക്കെ ഉണ്ട്. നെവിൻ അത് ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് അത്ര നേരം കരഞ്ഞുകൊണ്ടിരുന്ന അനുമോൾ പിന്നീട് ഒരു കലിപ്പ് മോഡിലേക്ക് മാറുന്നുണ്ട്. ഞാൻ ചെയ്യും എന്നവർ ആവർത്തിച്ച് പറയാണ്. അനുമോൾ ഫിസിക്കലി ഒരാളെ അറ്റാക്ക് ചെയ്യാൻ തുനിയുന്നതും അറ്റാക്ക് ചെയ്യുമെന്ന് പറയുന്നതും കൊല്ലും ഞാൻ എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്. ഏകദേശം അതേ കാര്യം തന്നെയാണ് ഇവിടെ വീണ്ടും ആവർത്തിച്ചിട്ടുള്ളത്. ഗെയിമിൻ്റെ ഭാഗമായി സംഭവിക്കുന്നത് നമുക്ക് ക്ഷമിക്കാവുന്ന ഒന്നാണ്, പക്ഷേ ഇത് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. പിന്നെ ഈ ഫിസിക്കലിൻ്റെ കാര്യം പറയുമ്പോൾ മറ്റൊരാളുടെ പേര് കൂടി എടുത്തു പറയേണ്ടതുണ്ട്. അത് പ്രിയപ്പെട്ട അനീഷ് ജിയുടെ കാര്യമാണ്. അദ്ദേഹം ഈ പാവ വരുന്ന വഴിയിൽ വട്ടം കയറി കിടക്കുകയായിരുന്നു. അദ്ദേഹം ശയന പ്രദക്ഷിണം വല്ലതും നേർന്നിട്ടാണോ ഈ ഗെയിമിന് ഇറങ്ങിയെന്ന് നമുക്ക് തോന്നിപ്പോകും. അങ്ങനെ കമഴ്ന്ന് കിടന്ന് മുഴുവൻ വാരി കൂട്ടുകയായിരുന്നു. അങ്ങനെ വാരി കൂട്ടുന്നതിനിടയിൽ അദ്ദേഹത്തിന് ദേഷ്യം വരികയും എൻ്റെ ദേഹത്തെങ്ങാനും തൊട്ടാൽ എൻ്റെ ചോര പൊടിഞ്ഞാൽ കയ്യും കാലും ഇവിടെ കിടന്ന് ഉരുളും എന്ന് പറയുന്ന ഭീഷണി അയാൾ ഉയർത്തുന്നുണ്ട്. അങ്ങനെ ഒരു ഭീഷണിയൊക്കെ പബ്ലിക്കലി പറയാൻ പറ്റുന്നൊരു സ്ഥലമാണോ ബിഗ് ബോസ് എന്നുള്ളത് ബിഗ് ബോസ് തന്നെ ഒന്ന് ആലോചിച്ച് തീരുമാനിക്കേണ്ട ഒരു ആവശ്യകത ഉണ്ടെന്ന് തോന്നുന്നു. ഇത്രയും നാൾ സംഭവിക്കും എന്നേ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ ഭീഷണി നടക്കുകയാണ്. ആ ഭീഷണിക്ക് ശേഷം അക്ബറിൻ്റെ കൈ കയറി കടിക്കുന്ന അനീഷിനെ നമ്മൾ കാണുന്നുണ്ട്. അക്ബർ ആ കടി കിട്ടിയ ഉടനെ അനീഷിൻ്റെ തലയിൽ തട്ടുന്നുണ്ട്. അനീഷ് വെല്ലുവിളി ഉയർത്തുന്ന സമയത്ത് അക്ബറും തിരിച്ച് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തല്ലും അപായപ്പെടുത്തും എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഭീഷണികൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ലാലേട്ടൻ ഇടക്കിടക്ക് വന്നിട്ട് ഓർമ്മിപ്പിക്കുന്നതാണല്ലോ. ഇത് എത്രയോ ജനറേഷൻസ് കുത്തിയിരുന്ന് കാണുന്നു എന്നുള്ളത്. കൊച്ചുകുട്ടികൾ അങ്ങനെ കാണുന്ന, പ്രത്യേകിച്ച് അനീഷൊക്കെ പറയുന്ന ഡയലോഗുകൾ ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യം കൂടി ഉള്ളപ്പോൾ ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അവരെ പിടിച്ച് മാറ്റി നിർത്തി ഉപദേശിക്കേണ്ട ഒരു മിനിമം ഉത്തരവാദിത്വം
അല്ലെങ്കിൽ മിനിമം സാമൂഹ്യ ബോധമൊക്കെ ബിഗ് ബോസിന് ഉണ്ടാവേണ്ടതാണ്. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്ന സമയത്ത് മാത്രമേ ഞങ്ങൾ ലാലേട്ടനെ കൊണ്ടുവന്ന് പുരോഗമനം പറയിക്കുള്ളൂ എന്ന് പറയുന്നത് അതൊക്കെ മോശമല്ലേ ബിഗ് ബോസെ? അല്ലെങ്കിലും ബിഗ് ബോസിനെ പറഞ്ഞിട്ട് കാര്യമില്ല. ബിഗ് ബോസിനും അറിയാം, ലാലേട്ടനും അറിയാം, ഇവരൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നന്നാവാനൊന്നും പോകുന്നില്ല, പറയാന്നേ ഉള്ളൂ. ലാലേട്ടൻ മിക്കവാറും ഈ 4 ആഴ്ച എങ്ങനെയെങ്കിലും ഒന്ന് കടന്നു കിട്ടാൻ വേണ്ടി വല്ല നേർച്ചയും നേർന്ന് അന്റാർട്ടിക്കയിലേക്ക് ട്രിപ്പ് പോകാൻ ടിക്കറ്റ് എടുത്തിരിക്കുകയായിരിക്കും. ഇത്രയും ചൂടും പ്രഷറും ഒക്കെ നിങ്ങളെല്ലാം കണ്ടിട്ടേ, അതും അങ്ങേരോട് ഒരു ബഹുമാനവും ഇല്ലാത്ത ആൾക്കാരുടെ മുമ്പിൽ ചെന്ന് നിന്ന് പറയൂ എന്നൊക്കെ പറഞ്ഞ് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉപദേശങ്ങളും ഒക്കെ കൊടുക്കണ്ടേ. അങ്ങനെ മൊത്തത്തിൽ തല ചൂട് പിടിച്ചിരിക്കുമ്പോൾ അന്റാർട്ടിക്ക കൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാവും. ഈ ഗെയിമിൽ ഉടനീളം നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഗെയിമർ എന്ന് പറയുന്നത് അത് ഷാനവാസൊക്കെയാണ്. ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും പരിപാടിക്ക് ഇറങ്ങിയാൽ ഞാൻ ചിലപ്പോൾ കൂടുതൽ വയലൻ്റ് ആയി പോകും എന്ന് ചിന്തിച്ചിട്ടാണോ അതോ ഇങ്ങനെ മാറിയെന്നാൽ എനിക്ക് കുറച്ച് സെൻറ്റിമെൻറ്റ്സ് കിട്ടും, ഞാൻ എല്ലാ ഗെയിമും കൊളാക്കണം എന്നല്ലേ പറഞ്ഞ് ഞാൻ ഇനി മേലെ ഒരു ഗെയിമും കളിക്കൂല എന്ന് പറഞ്ഞ് പിണങ്ങി നിൽക്കുന്നതാണോ എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്തായാലും ആദിൽ എറിഞ്ഞു കൊടുത്ത പാവയെ പോലും അദ്ദേഹം സ്വന്തം ക്രെഡിറ്റിലേക്ക് വെക്കാൻ ഉദ്ദേശിക്കുന്നില്ലായിരുന്നു. ഞാൻ ഒന്നും എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് കയ്യും കെട്ടി മാറി നിൽക്കുകയാണ് ആ പിഞ്ച് ഹൃദയം. ഈ വീക്കെൻഡിൽ വന്നിട്ട് എന്തായാലും ലാലേട്ടൻ ഷാനവാസ് കാരണം ഗെയിം കുളമായി എന്ന് പറയില്ലല്ലോ. അങ്ങനെ ഷാനവാസ്ക ഈ ഗെയിമിൽ ജയിച്ചിരിക്കുകയാണ് മനസ്സുകൊണ്ട്. അതുപോലെ ഒറ്റയ്ക്ക് പാവയൊന്നുമില്ലാതെ പോയിൻ്റ് ഒന്നുമില്ലാതെ നിൽക്കുന്ന ഷാനവാസ്ക എന്ന് പറയുന്ന സെൻറ്റിമെൻറ്റ്സ് നേടിയെടുക്കാം എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് അക്ബറിനെതിരെ ആദിലെ ഒരു ഗെയിം കളിക്കുന്നത്. ആ ഗെയിമിൻ്റെ ഭാഗമായി ഷാനവാസ്കയ്ക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കുറച്ചും കൂടി സെൻറ്റിമെൻറ്റ്സ് അക്ബറിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. കാരണം അക്ബർ സൂക്ഷിച്ചു വെച്ച പാവകളെ മുഴുവൻ ആദിലെ മോഷ്ടിച്ചു. അക്ബർ പൂജിതനായിരിക്കുകയായിരുന്നു. പുറത്തിറങ്ങിയതിന് ശേഷം അദ്ദേഹം കണ്ണീർ വാർക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും അക്ബറിനോട് സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ പറയാനുള്ളത്, ചിലപ്പോൾ നിങ്ങൾ ഈ ആഴ്ച പുറത്തു പോവുകയാണെങ്കിൽ പോലും അനുമോൾ ഇത്രയൊക്കെ സീൻ ഉണ്ടാക്കിയതുകൊണ്ട് അനുമോളുടെ ഒറ്റ വോട്ട് പോലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ആ കാര്യത്തിൽ അക്ബറിന് അഭിമാനിക്കാം. അനുമോൾ എന്തായാലും ഗെയിം കഴിയുമ്പോഴേക്കും 10-24 പാവകളെയൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അത്ഭുതകരമെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അനീഷും തന്നാൽ കഴിയുന്നതൊക്കെ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും പോയിന്റ് അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ആര്യനാണ്. ഈ ടാസ്കിൽ ആദിലയുടെ ഗെയിമിനെ കുറിച്ചുകൂടി നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. ആദ്യം അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഫീൽ ചെയ്തത് അക്ബറിൻ്റെ പാവകളെ മോഷ്ടിച്ച് അനുമോൾക്ക് കൊണ്ട് കൊടുത്ത ഒരു ചീപ്പ് ഗ്രൂപ്പ് ഗെയിമായിരുന്നു അതെന്നാണ്. പക്ഷേ അനുമോൾക്ക് കൊടുത്തിട്ടില്ലെന്നാണ് പിന്നീടുള്ള അവരുടെ കോൺവെർസേഷൻ. അനുമോളും ആദിലയും നൂറയും കൂടി ഇരിക്കുമ്പോഴുള്ള കോൺവെർസേഷൻ. അത് വിശ്വസിക്കാമെങ്കിൽ ആദില അവർക്ക് കിട്ടിയിട്ടുള്ള പാവകളെ ഒന്നും അനുമോൾക്ക് കൊടുത്തിട്ടില്ല, അത് സ്വന്തമായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല അത് ആ ഗെയിമിലെ ലൂപ്പ് ഹോളാണ്. നിങ്ങളുടെ കയ്യിൽ എത്ര പാവകളുണ്ട്, നിങ്ങൾ എത്ര നേടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ബിഗ് ബോസ് ചോദിക്കുമ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അത് മറ്റാരെങ്കിലും മോഷ്ടിച്ച് പോയി കഴിഞ്ഞാൽ പോയി. പിന്നെ ആദില തന്നെ പറയുന്നുണ്ട്, ഒരാൾ ഫിസിക്കൽ സ്ട്രെങ്ത് ഉപയോഗിച്ച് കളിക്കുമ്പോൾ അതില്ലാത്ത ആളുകൾ തലച്ചോറ് വെച്ച് കളിക്കും. ആദില സ്വെറ്ററൊക്കെ എടുത്തിട്ട് വളരെ അടിപൊളിയായിട്ട് ആ ഗെയിം കളിക്കുന്നുണ്ട്. സ്വെറ്റർ ആകുമ്പോൾ ഒരുപാട് പാവകളെയും അതുപോലെ മറ്റ് ഇപ്പോൾ മോഷ്ടിച്ച പാവകളെയൊക്കെ ഒളിപ്പിച്ച് വെക്കാൻ പറ്റും. മാത്രമല്ല ഇത് ഫുള്ള് കവർ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഈ മാന്തലും പറക്കലും ഒന്നും അധികം അനുഭവിക്കേണ്ടിയും വരില്ല. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ആദിലയുടെ മൂവ് വാസ് വെരി ഗുഡ്. പക്ഷേ ഇതിൽ മനസ്സിലാവാത്ത ആദിൽ എന്തിനാണ് നുണ പറയുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തു, പക്ഷേ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തില്ല എന്ന് നാട് മുഴുവൻ വിളിച്ചു പറഞ്ഞ് നടക്കുകയാണ്. അതിൻ്റെ ആവശ്യം എന്താണ്? അതുപോലെ അക്ബറിൻ്റെ പാവകൾ എടുത്തു. ഇപ്പം ഷാനവാസിൻ്റെ കാര്യം ഷാനവാസൊക്കെ കൂടെ നിർത്തുക, മറ്റേ വോട്ട് ബാങ്ക് ചോർച്ചകളൊക്കെ തടയുക എന്ന് പറയുന്ന എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് നമുക്ക് ന്യായീകരിക്കാൻ ശ്രമിക്കാം. പക്ഷേ അക്ബറിൻ്റെ പാവകളെ മോഷ്ടിച്ചില്ല എന്ന് ആരും ചോദിക്കുന്ന സമയത്ത് അക്ബറും കൂടി ഇരിക്കുമ്പോൾ ഉറപ്പിച്ച് തറപ്പിച്ച് പറയാണ്. എന്നാൽ ഈ പറയുന്ന വലിയ ഡയലോഗുകളൊക്കെ അപ്പുറം ഇപ്പുറമൊക്കെ മാറിയിരിക്കുമ്പോൾ അടിക്കുന്ന ആദിലേക്ക് എന്തുകൊണ്ട് ഞാനാണ് എടുത്തത്, നിങ്ങളുടെ പാവകളെ ഞാൻ എടുത്തു, അത് ഗെയിമിൽ പറഞ്ഞിട്ടുള്ള റൂളായിരുന്നു, ഞാനത് ചെയ്തു, അതുപോലെ ഞാൻ നിങ്ങളെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തുറന്നു പറയുക എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഗെയിമറിൻ്റെ ലക്ഷണമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. പക്ഷേ ആദിലയുടെ ഭാഗത്ത് നിന്ന് ഇതൊന്നും സംഭവിക്കുന്നില്ല. അവർ ഈ പറയുന്ന മോഷണം പരിപാടികളൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. ചിലപ്പോൾ വീക്കെൻഡ് എപ്പിസോഡ് വരുമ്പോൾ ലാലേട്ടൻ പ്ലേ ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് അക്ബർ ഇരുന്ന് കരയും കൂടി ചെയ്തു. അക്ബർ ആരാണ് എടുത്തതെന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് ലാലേട്ടൻ ചോദിച്ചിട്ട് ആ വീഡിയോ പ്ലേ ചെയ്ത് കഴിയുമ്പോൾ അന്നേരം അക്ബറിന് മനസ്സിലാവുമല്ലോ ആക്ബറിൻ്റെ അടുത്തും അതുപോലെ ആരും ചോദിച്ച സമയത്തൊക്കെ ആദില നുണയാണ് പറഞ്ഞതെന്നുള്ളത്. പക്ഷേ ഈ നോമിനേഷൻ്റെ വീഡിയോ ലാലേട്ടൻ പ്ലേ ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ആദില ശരിക്കും ഒന്ന് ചമ്മാനുള്ള സാധ്യതയുണ്ട്. ഇത് ആക്ച്വലി ഒരു നല്ല ഗെയിമാണ്. ഞാൻ ആ ലൂപ്പ് ഹോളാണ് ഉപയോഗിച്ചത്, അതിലിപ്പോൾ എന്താ തെറ്റെന്ന് തിരിച്ച് ചോദിക്കാൻ എന്തുകൊണ്ടാണ് ആദിലേക്ക് ഒരു ചങ്കൂറ്റം ഇല്ലാത്തത് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഇന്നത്തെ ദിവസം സംഭവിച്ച മറ്റ് വളരെ പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അത് അടുക്കളയുമായി ചേർന്ന് നിൽക്കുന്നതാണ്. അടുക്കള മാത്രമല്ല, അവിടെ അനുമോളും ഉണ്ട്. ഈ അനുമോളും അടുക്കളയും തമ്മിൽ ചേരുമ്പോൾ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. പക്ഷേ അടുക്കളയിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി വിസിബിളായി നമുക്ക് കാണാൻ പറ്റുന്നത് എനിക്കേ അറിയൂ, എന്നെ കൊണ്ടേ ഇതൊക്കെ പറ്റൂ, ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും ചെയ്യാമെന്ന് വെച്ചാൽ അത് ഞാൻ സമ്മതിക്കൂല, ഒരാളെ ഞാനിവിടെ അടുപ്പിക്കൂല, എല്ലാം ഞാൻ തന്നെ ചെയ്യും, ഞാൻ തരുന്നതേ കഴിക്കാവൂ, ഞാൻ തരുന്നത് കഴിച്ചാൽ മതി, അത്രയ്ക്കൊക്കെ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്ന ഒരു ഏകാധിപത്യ സ്വഭാവം അടുക്കളയിലേക്ക് വരുമ്പോൾ അനുമോൾക്ക് വളരെ വിസിബിളായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിലേറ്റവും
പ്രധാനപ്പെട്ടത് രാവിലെ തന്നെ സംഭവിക്കുന്നതാണ്. 2 കവർ പാൽ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിലൊരു കവർ പാലെടുത്ത് അനുമോൾ കാച്ചുന്നു. കാച്ചിയ പാല് പിരിഞ്ഞു പോകുന്നു. ഇതിനെക്കുറിച്ച് വന്ന് ചോദിക്കുന്ന എട്ടും മുട്ടും തിരിയാത്ത അനീഷിനോട് അത് തൈരായിരുന്നു അല്ലെങ്കിൽ തൈരായി എന്നുള്ള കാര്യം അനുമോൾ പറയുമ്പോൾ അനീഷ് ഉറക്കെ വിളിച്ച് പറയുന്നു, നമുക്ക് കിട്ടിയത് 2 കവർ പാലല്ല, 1 പാക്കറ്റ് പാലും 1 പാക്കറ്റ് തൈരുമാണെന്നുള്ളത്. പിന്നെ ആ തൈരെടുത്ത് വെച്ച് അതിൽ നാരങ്ങ വെള്ളം ഒഴിച്ച് അത് പനീറാക്കാം എന്നൊക്കെ പറയുന്ന ഒരു ഐഡിയയിലേക്ക് ലക്ഷ്മി വരുന്ന സമയത്ത് അനുമോൾ ചാടി വീഴുകയാണ്. അങ്ങനെ നീ ഇങ്ങോട്ടൊന്നും കയറി വരുമൊന്നും വേണ്ട, ഇത് ഞാൻ നോക്കിക്കോളാം എന്നുള്ളതാണ്. തൊട്ട് മുമ്പ് അനീഷ് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞ ആളാണ് അനുമോൾ. പക്ഷേ ലക്ഷ്മി അടുക്കളയിൽ കയറാൻ പാടില്ല. ആ സമയത്ത് കഴിഞ്ഞ ആഴ്ച ചോറ് വേസ്റ്റ് ആക്കുന്നു അല്ലെങ്കിൽ ചോറ് ഫ്രിഡ്ജ് കയറ്റി വെക്കുന്നു എന്ന് പറഞ്ഞ് അനുമോൾ ഉണ്ടാക്കിയ പ്രശ്നം ഉള്ളിൽ കിടക്കുന്ന ലക്ഷ്മി കൃത്യമായി ഒരവസരം കിട്ടുമ്പോൾ തിരിച്ചടിക്കുന്നുണ്ട്. ഇവരിവിടെ തൈരെടുത്ത് വേസ്റ്റാക്കി, പയർ വേസ്റ്റാക്കി കളഞ്ഞു. ആ വിഷയം ഒന്ന് ചൂട് പിടിക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആദിലയും നൂറയും എങ്ങനെയാണ് ഇതിനെ ഡീൽ ചെയ്യുന്നതെന്നുള്ളതാണ്. കാരണം കിച്ചണുമായി ബന്ധപ്പെട്ട അനുമോളുടെ എല്ലാ പ്രശ്നങ്ങളും അവർ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രാവിലത്തെ ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം അവർ കുറച്ച് പയർ എടുത്തിട്ടുണ്ടായിരുന്നു. ആ പയർ എടുത്ത കാര്യം അനുമോളോട് പറയുമ്പോൾ അനുമോളും അതിനോടൊരു ദേഷ്യത്തോടു കൂടിയുള്ള റിയാക്ഷനാണ് കൊടുക്കുന്നത്. അനുമോളോട് ഈ പാലും തൈരും സംഭവമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് തെറ്റ് അക്സെപ്റ്റ് ചെയ്തൂടെ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ആദിലയും നൂറയും അവർക്കെതിരെ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നൂറയും ആദിലയും മാറിയിരുന്ന് അനുമോളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. സ്വയം എന്തോ ആണെന്നുള്ള ഭാവമാണ് അവൾക്ക്. ആണുങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ മാത്രം ഉണ്ടാക്കി കൊടുക്കുക, ഇവിടെ ആണുങ്ങൾക്ക് ഇത്തിരി എരിവ് കൂടുതലുള്ള ഭക്ഷണം ഇഷ്ടമാണെന്ന് പറഞ്ഞ് അപ്പോൾ ഇത് ആണുങ്ങളെ തീറ്റാൻ വേണ്ടിയിട്ടാണോ അനുമോൾ ഇവിടെ വന്നിരിക്കുന്നത്, കുലസ്ത്രീയാണെന്ന് കാണിക്കാനാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ആദില ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ അടുക്കള കണക്ട് ചെയ്ത് വരുന്ന വിഷയങ്ങളിലാണ് നമ്മൾ ഇവരുടെ റിയാക്ഷൻ കൂടുതലും കാണുന്നത്. അല്ലാത്ത സമയത്ത് അനുമോളെ ആശ്വസിപ്പിക്കുക, അനുമോൾ പാവയെ കിട്ടാതെ കരയുന്ന സമയത്ത് എൻ്റെ പാവ വേണമെങ്കിൽ എടുത്തോ, ഞങ്ങളുടെ പാവ എടുത്തോ എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന വളരെ ഉദാരമതികളായിട്ടുള്ള ആദില നൂറമാരെ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഈ അടുക്കളയിലേക്ക് വരുമ്പോൾ റേഷനിൽ അനുവദിച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ബാക്കിയുള്ളവരെ അറിയാതെ എടുത്ത് കഴിക്കുക എന്ന് പറയുന്ന കാര്യം അവിടെ ബഹുഭൂരിപക്ഷം ആളുകളും ചെയ്യുന്നതാണ്. ആദിലയും നൂറയും അവിടുന്ന് കുറച്ച് പയർ എടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം അനുമോളോട് തന്നെ നേരിട്ട് എന്ന് പറയുന്നുണ്ട്. എന്തായാലും അന്ന് രാത്രി സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ആര്യനും അക്ബറും ഒക്കെ വിശക്കുന്നു എന്ന് പറയുന്നു. അനുമോള് അവരെയും കൊണ്ട് അടുക്കളയിൽ പോകുന്നു, അവർക്ക് മുട്ട വറുത്ത് കൊടുക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പിടി കടലമാവ്, ലേശം കടലമാവ് എടുത്ത് ദോശ ഉണ്ടാക്കിയാൽ ഇതിൻ്റെ കൂടെ കഴിക്കാൻ എളുപ്പമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് അവർ ദോശ ചുടുകയും മുട്ട വറുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കഴിച്ച ഭക്ഷണത്തെക്കുറിച്ച് ബെഡ്റൂമിലേക്ക് ചെന്ന് ആദിലയോട് നൂറയോടും പറയുന്ന സമയത്ത് അനുമോള് നന്മമരം കളിക്കുകയാണ് എന്ന് ആദില പറയുകയും ഇവളെന്താണ് നന്മമരോ എന്ന് നൂറ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഒരേപോലത്തെ വാക്കുകൾ ഉപയോഗിക്കുന്നു, ഇവർ രണ്ടുപേരും ഇതിനെ എതിർക്കുന്നു. അപ്പോൾ ഇതിൽ സംഭവിച്ചൊരു പ്രശ്നം, ഇതിങ്ങനെ ഒരു വഴക്കായി രൂപപ്പെടുന്നു. ഇവർ രണ്ടുപേരും ചോദ്യം ചെയ്യുന്നു, അനുമോൾ അങ്ങോട്ട് വരുന്നു. അപ്പോൾ നമ്മൾ ഈ കിച്ചൺ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ആളെ കാണുന്നില്ല, അത് മിസ്റ്റർ ഷാനവാസ് ആണ്. ഷാനവാസ്കയുടെ രംഗപ്രവേശം, അതിനുശേഷം ഷാനവാസ്കയുടെ ഒരു കലിപ്പ്. അതിനിടയ്ക്കാണ് അടുക്കളയിൽ ഉണ്ടാക്കിയ കടലമാവ് കൊണ്ടുണ്ടാക്കിയ ദോശയുമായി നമ്മുടെ അനുമോൾ റൂമിലേക്ക് കടന്നു വരുന്നത്. നെവിൻ ആ അവസരം അതിഗംഭീരമായിട്ട് ഉപയോഗിച്ചു എന്ന് തന്നെയാണ് എനിക്കതിൽ പറയാൻ തോന്നുന്നത്. കാരണം ഒരു സ്ക്രീൻ സ്പേസ് കിട്ടുക എന്നുള്ളൊരു കാര്യവും, പിന്നെ നെവിൻ ആഹാരം ഉണ്ടാക്കി കഴിക്കുന്ന സമയത്ത് അത് മോഷണമാണ്, കട്ടുതീറ്റയാണ്, ആർത്തിയാണ്, മറ്റേ നെവിൻ്റെ വയറിനെയൊക്കെ കുറ്റപ്പെടുത്തി കളിയാക്കിക്കൊണ്ടൊക്കെ അനുമോൾ സംസാരിക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ അനുമോൾ അടുക്കളയിൽ കയറി ബാക്കി എല്ലാവർക്കും ഉള്ള റേഷനിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചാൽ നെവിൻ ചോദ്യം ചെയ്യുമല്ലോ. നെവിൻ ചോദ്യം ചെയ്യുന്നുണ്ട്. അതിനിടയിൽ അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ഫിസിക്കൽ ആവുന്നുണ്ടായിരുന്നു. അതിനിടയിൽ എനിക്ക് ഇത്തിരി ഡിസ്ഗസ്റ്റിംഗ് എന്നൊക്കെ പറയാൻ തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, ഇവരെല്ലാവരും ടോയ്ലറ്റിൽ അടക്കം പോയിട്ട് ചെരുപ്പിട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ് ആ ബെഡ്റൂമിൻ്റെ സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത്. അവിടേക്കാണ് അനുമോളുടെ കയ്യിൽ നിന്ന് ആദ്യം ദോശ വീഴുന്നത്. ആ ദോശ എടുത്ത് മറ്റേ ദോശയുടെ മുകളിലേക്ക് എടുത്തിട്ട ശേഷം നെവിന് കൊടുക്കാതിരിക്കാൻ വേണ്ടി ആ ദോശ മുഴുവൻ അനുമോൾ ഒറ്റയ്ക്ക് വിഴുങ്ങുന്നുണ്ട്. വൃത്തി അഥവാ ഹൈജീൻ എന്ന് പറയുന്നത് അത് നിനക്കില്ല എന്ന് രാവിലെ ലക്ഷ്മി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളും ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, ഹൈജീൻ്റെ കാര്യമൊക്കെ നമുക്കും അറിയാമല്ലോ. പക്ഷേ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു അത്. ഇതെല്ലാം കൂടി ഓർത്ത് വെച്ചുകൊണ്ട് അത് കഴിക്കുന്ന സീനൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അനുമോൾ ഈ ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നൂറ ആര്യന് പോയി കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. അതായത് ഈ അനുമോള് ഇവരുടെയൊക്കെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി, ഒരു സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് നന്മമരം കളിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുത്തതാണ് എന്ന് ആര്യനെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഡയലോഗ് ഇങ്ങനെയാണ്, അനു ഇതൊക്കെ ചെയ്യുമെന്ന് ഇപ്പോഴും ആര്യന് മനസ്സിലായിട്ടില്ലേ എന്നുള്ളതാണ് ചോദ്യം. ആരെ ചോദിക്കണമെന്നറിയൂ? നൂറ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കോമഡി. പാവൻ ജിസയിൽ ഇപ്പോൾ ഈ എപ്പിസോഡ് കാണുകയാണെങ്കിൽ വീട്ടിലിരുന്ന് ആനന്ദാശ്രുക്കൾ പൊഴുകിയായിരിക്കും. അതിൻ്റെ കാരണം ജിസയിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവൾ ആണുങ്ങൾക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു, അവരെയൊക്കെ പോക്കറ്റിലാക്കി വെച്ചിരിക്കുന്നു, പിന്നെ ആണുങ്ങളൊക്കെ മൊണ്ണകളാണ്, അങ്ങനെയൊക്കെയുള്ള ഡയലോഗുകളൊക്കെ ആദിലയോടും നൂറയോടും ഇരുന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് അനുമോൾ. ആ അനുമോളാണ് പുരുഷന്മാർക്കൊക്കെ വിശക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്ന ആ നന്മമരമായി മാറാനുള്ള ശ്രമം നടത്തുന്നത്. ജിസയിലിന് അവർ എന്ത് പറഞ്ഞ് അധിക്ഷേപിച്ചോ അതേ കാര്യം അവരിപ്പോൾ ചെയ്യാണ്. അനുമോള് വോട്ട് പ്രതീക്ഷിക്കുന്ന ഒരു ഫാൻ ബേസ് ഉണ്ടല്ലോ, അവരിങ്ങനത്തെ കാര്യങ്ങളൊന്നും ആലോചിക്കാൻ മെനക്കെടാത്തവരായതുകൊണ്ട്
ചിലപ്പം അനുമോൾക്ക് ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. മാത്രമല്ല ഈ ആഴ്ച എന്തായാലും അനുമോൾ നോമിനേഷനിൽ ഇല്ലല്ലോ. അങ്ങനെ ഈ വഴക്ക് മൂക്കുന്ന സമയത്ത് നെവിൻ അനുമോളുടെ ഈ തിങ്സ് ഒക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ ഡ്രോയർ എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ള പാവ, അത് ബിഗ് ബോസിൻ്റെ പ്രോപ്പർട്ടിയാണ്, തിരിച്ചു കൊടുക്കണം. അപ്പോൾ അത് അനുമോൾ സൂക്ഷിച്ചു വെച്ചിരിക്കുക. ആ പ്രോപ്പർട്ടി അത് തിരിച്ച് വെക്കണം എന്നുള്ള രീതിയിൽ നെവിൻ അവിടെ നിന്ന് എടുത്ത് ക്യാപ്റ്റനെയും കൂടി കാണിച്ച് സ്റ്റോർ റൂമിലേക്ക് നടക്കുമ്പോൾ അനുമോൾ നെവിൻ്റെ എന്തൊക്കെയോ എടുക്കാൻ ശ്രമിക്കുന്നു. നെവിൻ നേരെ പോയി അനുമോളുടെ കുറച്ച് സാധനങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു കിഴി, എനിക്ക് തോന്നുന്നു ബോഡി സ്പ്രേയോ അങ്ങനെ എന്തോ ആണെന്നാണ് ഷാനവാസിൻ്റെ ഒരു വർത്താനത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അനുമോൾ ബഹളം വെച്ച് നെവിൻ്റെ പുറകെ ഓടുന്നു. പക്ഷേ നെവിൻ അനുമോളെ അടക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ ഫീൽ ചെയ്തൊരു കാര്യം, ഇത് മുഴുവൻ ഞാൻ പുറത്തേക്ക് എറിഞ്ഞു കളയും, മര്യാദക്ക് അകത്ത് കയറിപ്പോക്കോ എന്ന് പറഞ്ഞ് അനുമോൾ അകത്ത് കയറി പോകുന്നു. അതിനുശേഷം ബിഗ് ബോസ് ഈ വഴക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും വട്ടത്തിലിരുത്തുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അങ്ങനെ ഇരുത്തിയതാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എല്ലാവരും വട്ടത്തിലിരുന്ന് കുറച്ച് നേരം വർത്താനം പറഞ്ഞ് എണീറ്റ് പോകുമ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഞാൻ ഇനി കുക്ക് ചെയ്യാൻ വരില്ല എന്ന്. ആ ഡയലോഗ് കേൾക്കുമ്പോൾ കുറേ നാളുകൾക്ക് ശേഷം, അല്ല ആദ്യമായിട്ട് ഷാനവാസ്കയുടെ ഒരു മാസ് ഡയലോഗ് കേട്ടപ്പോൾ അടിപൊളി എന്ന് തോന്നിപ്പോയി. കിച്ചണിൽ ഞാൻ കയറിയാലേ കിച്ചൺ ഓടൂ എന്ന് ചിന്തിക്കുന്ന അനുമോളാണ് പറയുന്നത് ഇനി ഞാൻ കുക്ക് ചെയ്യാൻ വരില്ല. അപ്പോൾ ഷാനവാസ്ക പറയുന്നു അനുമോൾ തോൽപ്പിച്ചാൽ തോക്കുന്നവരല്ല ഞങ്ങൾ എന്നുള്ളത്. അതെനിക്കിഷ്ടപ്പെട്ടു. ആ സമയത്താണ് നെവിൻ വന്ന് പറയുന്നത് കിച്ചൺ ക്യാപ്റ്റൻ എനിക്കറിയാം കുക്ക് ചെയ്യാൻ, ഞാൻ വന്ന് കുക്ക് ചെയ്യാമെന്ന്. ഇത് ആക്ച്വലി ഒരു വിളംബരം ചെയ്യലൊക്കെ പോലെയാണ്. അനുമോൾ കുക്ക് ചെയ്താലേ ആവുള്ളൂ. ഈ രാവിലത്തെ കോൺവെർസേഷൻ്റെ ഇടയിൽ അനീഷ് അനുമോളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്, അനുമോളല്ലേ നമുക്ക് ഇത്രയും സ്വാദിഷ്ടമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി തന്നത് എന്നൊക്കെയുള്ള രീതിയിൽ. പക്ഷേ വൈകുന്നേരം ആകുമ്പോഴേക്ക് ഈ പാലും തൈരും കഥ എന്താണെന്നുള്ളത് അനീഷിന് മനസ്സിലാവുകയും അനീഷ് അനുമോൾക്കെതിരെ തിരിയുകയും ചെയ്യുന്നുണ്ട്. അതിൽ അനീഷിൻ്റെ ഗെയിമുണ്ട്. കാരണം അനീഷാണ് ഒറ്റപ്പെട്ട് കളിക്കുന്നത്, വേറെ ആരോടെ ഒറ്റപ്പെടാൻ അനീഷ് അനുവദിക്കില്ല. അനുമോളെ എല്ലാവരും കൂടി കിച്ചണിൽ ഒറ്റപ്പെടുത്തുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അനുമോള് നമുക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നില്ലേ എന്ന് ചോദിച്ച് അനുമോളെ ഒറ്റപ്പെടാൻ അനുവദിക്കാതിരിക്കുക എന്ന് പറയുന്ന കാര്യമാണ് അനീഷ് അവിടെ നിർവഹിക്കുന്നത്. പക്ഷേ അനീഷിൻ്റെ ന്യായങ്ങളെയൊക്കെ ലക്ഷ്മി കൃത്യമായിട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടലിലേക്കല്ല നമ്മൾ വന്നിട്ടുള്ളത്, നമുക്ക് ജീവിക്കാനുള്ള, ജീവൻ നിലനിർത്താനുള്ള നല്ല ആഹാരമൊക്കെ കിട്ടിയാൽ മതി. പക്ഷേ ഇതെല്ലാം കഴിയുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു ചോദ്യം, വൈ അനുമോൾ ഇൻ കിച്ചൺ ടീം എഗെയിൻ ഇത്രയും പ്രശ്നങ്ങൾ കിച്ചണുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ, കിച്ചണിൽ നിന്ന് ഇതിനു മുമ്പ് പലവട്ടം വഴക്കുണ്ടാക്കി ഇറങ്ങിപ്പോയിട്ടുള്ള, കിച്ചണിലെ ഹൈജീൻ്റെ കാര്യത്തിൽ ഒരു 10 പൈസയുടെ ക്വാളിറ്റി കാണിക്കാത്ത, ഈ അടുപ്പ് വേറെ ആർക്കും വിട്ടുകൊടുക്കില്ല, എല്ലാ അടുപ്പിലും ഞാൻ എന്തെങ്കിലുമൊക്കെ കത്തിച്ച് വെക്കും, പറ്റിയ ചിലപ്പോൾ സാമ്പ്രാണിത്തിരിയൊക്കെ കത്തിച്ച് വെക്കും അവിടെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ കിച്ചൺ ബിസിയാക്കി വെക്കുന്ന അനുമോളെ എന്തിന് കിച്ചണിലേക്ക് ഇവർ വീണ്ടും അയക്കുന്നു എന്നുള്ളത് ഒരു വലിയ പ്രഹേളികയാണ്. ഇടയ്ക്കൊരു മരുഭൂമിയിലെ മഴ പോലെ എന്ന് ഫീൽ ചെയ്തൊരു കാര്യം, സാബുമാൻ അനീഷ് ഇങ്ങനെ എണീറ്റ് എന്ന് പറഞ്ഞത് റിപ്പീറ്റ് അടിച്ച് ബഹളം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അനീഷിനെ പിടിച്ചുകൊണ്ട് വന്ന് ആ സോഫയിൽ ഇരുത്തുന്നുണ്ട്. അനീഷ് സൈലൻ്റ് ആവുന്നത് വരെ അയാൾ അനീഷിനെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതൊരു നല്ല പരിപാടിയായിട്ട് തോന്നി. വേറെ ക്യാപ്റ്റന്മാർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലാത്ത ഒരു കാര്യം അത് സാബുമാന് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് കണ്ട് കണ്ണ് വിടർന്നു വരുന്ന ആദിലയും നൂറയും നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ആകെ മൊത്തത്തിൽ ഈ ദിവസം അവസാനിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത് നെവിൻ അനുമോൾക്ക് കൊടുത്തിട്ടുള്ള ആ പേര് ഞരമ്പ് വർത്താനങ്ങൾ പറയാം. അത്തരം ഞരമ്പ് വർത്താനങ്ങൾക്ക് ഇനിയും സ്പേസ് ഉണ്ട്. ഇനിയും 2-3 ദിവസം കൂടി ഉണ്ടല്ലോ ലാലേട്ടൻ എത്താൻ വേണ്ടിയിട്ട്. ലാലേട്ടൻ എത്തിക്കഴിയുമ്പോൾ സോറി ലാലേട്ട എന്ന് പറഞ്ഞിട്ട് ഇത് മുഴുവൻ തീർക്കും. അതുവരെ പരമാവധി വൃത്തികേടുകൾ നമ്മൾ സഹിക്കേണ്ടി വരും എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഈ വീക്കെൻഡിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് ഓഫ് കോഴ്സ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ PR വോട്ടുകൾ എങ്ങോട്ടൊക്കെ മറിയും, അനുമോളുടെ വോട്ട് എങ്ങോട്ട് മറിയും, അതുപോലെ അനീഷിൻ്റെ വോട്ടുകൾ എങ്ങോട്ട് മറിയും എന്നുള്ളതിനൊക്കെ ആശ്രയിച്ചാണ് ഇരിക്കുക. ഇന്നത്തെ ദിവസം ഉർവശി ശാപം ഉപകാരം പോലെ ഇത്രയും സങ്കടപ്പെട്ടിരിക്കുന്ന അക്ബറിനെ കണ്ടിട്ട് ഒരു വോട്ട് ബാങ്ക് അങ്ങോട്ട് മാറുകയാണെങ്കിൽ, ഇത് നമ്മൾ ആഗ്രഹിക്കുന്നതല്ല, അങ്ങനെയുള്ള സാധ്യതകൾ പറയാണ്. ഈ ആഗ്രഹങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്കും ആഗ്രഹം ഉണ്ടാവും ഇന്ന പ്ലെയേഴ്സ് കളിച്ച് ജയിക്കുന്നത് കാണണമെന്ന്. കാരണം അവർ നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കുന്ന സമയത്തും ഇന്ന ആൾക്കാർ നന്നായി കളിക്കുന്നുണ്ടല്ലോ, അവരിവിടെ തുടരണം എന്നാണ് ആഗ്രഹം എന്നൊക്കെ കമൻസിൽ വരാറുണ്ട്. പക്ഷേ അങ്ങനെ ഫെയറായി കളിക്കുന്ന നല്ല ഗെയിമേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക എന്ന് പറയുന്നൊരു ലെവലിലേക്ക് നമ്മുടെ മലയാളം ബിഗ് ബോസ് എത്തിച്ചേരണമെങ്കിൽ ഇനിയും 3-4 സീസണുകൾ കൂടി കഴിയേണ്ടി വരും. അതുവരെ ഈ ടോക്സിക് പരിപാടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഫാൻ ബേസ്, PR ഫാൻ ബേസ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വിന്നർ ആരാണ് എന്നുള്ളതിനെ അതിഭീകരമായി സ്വാധീനിക്കാൻ ഇടയുള്ള ഒന്നാണ്. അങ്ങനെ വരുമ്പോൾ നന്നായി കളിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്ന ചില പ്ലെയേഴ്സ് ദൗർഭാഗ്യകരമായി ഗെയിമിൽ നിന്ന് വളരെ പെട്ടെന്ന് പുറത്തായി പോകുന്നത് നമ്മൾ കണ്ടുവന്ന് വരും. അതിനുള്ള ഉദാഹരണങ്ങൾ കഴിഞ്ഞ കുറേ ആഴ്ചകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത്, നമുക്കിഷ്ടമുള്ള നന്നായി കളിക്കുന്നുണ്ട് എന്ന് തോന്നുന്ന ആൾ
അയാൾ പുറത്തിറങ്ങിയതിന് ശേഷവും ആ സ്നേഹം അയാൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അവർ പുറത്തിറങ്ങുന്നത് വരെ നന്നായി കളിക്കുന്നുണ്ടല്ലോ എന്നുള്ള ആശ്വാസത്തിൽ അത് കാണുക എന്നുള്ളതാണ്. ഇപ്പോൾ ഫേവറേറ്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ആഗ്രഹമുണ്ട് നെവിൻ ഔട്ടായി പോകാതിരിക്കണം എന്നുള്ളത്. കാരണം നെവിൻ അവിടെ ഉള്ളപ്പോൾ നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് ആണ്, ഒരു സന്തോഷവും സമാധാനവും ഒക്കെയാണ്. ഇടയ്ക്കും തലയ്ക്കും കുറച്ച് ഫിസിക്കലാവുന്നു. ഇപ്പോൾ ഇന്ന് രാത്രി അനുമോളുമായിട്ടുണ്ടായ കുറച്ച് പിടിവലികൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അയാൾ എന്തെങ്കിലുമൊക്കെ കൗണ്ടറുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് സംഭവം വളരെ എൻഗേജിങ് ആയി കൊണ്ടുപോകുന്നുണ്ട്. അക്ബറിൻ്റെ കാര്യത്തിൽ അയാൾ ഇത്രയും ദിവസം അവിടെ നിന്ന് അനുഭവിച്ച കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ പുറത്തിറങ്ങി സമാധാനമായിട്ട് വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കട്ടെ എന്ന് ആശ്വസിപ്പിക്കാനാണ് തോന്നുന്നത്. ബട്ട് സ്റ്റിൽ ആസ് എ ഗെയിമർ അയാൾ അവിടെ ഒരുപാട് ചീത്ത പേരുകൾ ഫ്രം ദ ബിഗിനിങ് അനുഭവിച്ചിട്ടുള്ള ആളാണ്, ഒരുപാട് തിരുത്തപ്പെട്ടിട്ടുള്ള ആളാണ്. അയാൾ ഡിസേർവ് ചെയ്യുന്ന ഒരു സ്ഥാനമുണ്ട്. നമ്മളിപ്പോൾ ആര്യനെ നോക്കിയാൽ, ലക്ഷ്മി ആസ് എ ഗെയിമർ നമ്മൾ നോക്കുമ്പോൾ ഇവരൊക്കെ നന്നായി കളിക്കുന്ന ആളുകളാണ്. പക്ഷേ ഇവരിൽ ആർക്കൊക്കെയാണ് ഇനി അവിടെ നിൽക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഇവരെക്കാൾ കൂടുതൽ വലിയ വോട്ട് ബാങ്കുമായി വന്നിട്ടുള്ള ആളുകൾ വിജയിക്കുക എന്ന് പറയുന്ന ദൗർഭാഗ്യകരമായിട്ടുള്ള കാഴ്ച നമ്മൾ കാണേണ്ടി വരിക തന്നെ ചെയ്യും. അപ്പോഴും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഈ PR വോട്ടുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ജയിച്ചിട്ടുള്ള ആളുകൾ അവർ പിന്നീട് എന്താണ് സംഭവിച്ചത്, ഇത്രയും വലിയൊരു ടൈറ്റിൽ വിന്നർ ആയതിനു ശേഷവും അവർ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയെന്നുള്ളതും അവരൊക്കെ ഇപ്പോൾ എവിടെ നിൽക്കുന്നു ജനങ്ങളുടെ ഹൃദയത്തിൽ എന്നുള്ളതും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സോ നമുക്കിവിടെ നന്നായി കളിക്കുന്നു എന്ന് തോന്നുന്ന ആളുകളെ ആത്മാർത്ഥമായി സപ്പോർട്ട് ചെയ്യാം. പുറത്തിറങ്ങിയതിന് ശേഷവും അവർക്ക് ആ സ്നേഹം പ്രൊവൈഡ് ചെയ്യാം. പിന്നെ ഒരു കാര്യം ഓർമ്മിക്കാനുള്ളത്, നാളെ മറ്റന്നാളും ഒക്കെ ആയിട്ട് സിനിമ റിലീസുകളുണ്ട്. വീഡിയോ മുടക്കില്ല, പക്ഷേ കുറച്ച് ഡിലേ ഉണ്ടാവും വീഡിയോ അപ്ലോഡ് ആവാൻ വേണ്ടിയിട്ട്. അതൊന്ന് മനസ്സിൽ കരുതുമല്ലോ. ശനിയാഴ്ച മുതൽ ഞാനൊരു യാത്രയിലായിരിക്കും, ഏതാണ്ട് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. അപ്പോൾ ആ യാത്രയൊക്കെ നടക്കുന്നതിനിടയിലും വീഡിയോ മുടങ്ങില്ല, കുറച്ചൊരു ഡിലേ വരും എന്നുള്ളതാണ്. അത് ക്ഷമിക്കണേ എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.